ഹായ് ഹലോ, ഞാൻ അഞ്ജലി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം എല്ലായിടത്തും ലഹരിയാണല്ലോ. അപ്പോൾ ഞാനെന്ന ടീച്ചർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ. എന്തെങ്കിലുമല്ല, എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു. മലപ്പുറം ജില്ലയിൽ, അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് 10 പേർക്ക് HIV പോസിറ്റീവ്. അത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി സെയിം സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരു കാര്യം അവരുടെ ലൈഫിൽ നടന്നത്. ഇപ്പൊ അവർക്ക് ചിന്തിക്കുന്നുണ്ടോ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇപ്പൊ എല്ലായിടത്തും ലഹരിയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനിങ്ങും ന്യൂസുകളും എല്ലാം ഓരോ ദിവസവും ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി, വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്നൊരു ദിവസം ഒരു കോൾ എനിക്ക് വരികയാണ്. ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടിയുടെ കോൾ വരികയാണ്. എല്ലാ രീതിയിലും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ എന്നോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, ടീച്ചറെ എനിക്കൊരു ഒരു കൗൺസിലറിന്റെ, അതായത് സൈക്കോളജിസ്റ്റിന്റെ ഒരു നമ്പർ എനിക്കൊന്ന് സംഘടിപ്പിച്ചു തരുമോ, ടീച്ചർക്ക് അറിയോ? അതായത് നമ്മള് നല്ല കോണ്ടാക്ട് വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ. വാട്സപ്പിലും ഇടയ്ക്ക് ഇപ്പൊ ടീച്ചേഴ്സ് ഡേ ഒക്കെ വിഷ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു റിലേഷൻ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നായിട്ട് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ രീതിയിലും സംസാരം കാര്യങ്ങളൊക്കെ ആ കുട്ടിയായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിന്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസമാണ് ഒരു കോള് വരുന്നത്, എനിക്കൊരു സൈക്കോളജിസ്റ്റിന് നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ ആ നമ്പർ കൊടുത്തു. എനിക്കറിയണ സൈക്കോളജിസ്റ്റ് നമ്പർ ഞാൻ കൊടുത്തു. അപ്പൊ എന്തിനാ എന്ന് ഞാൻ തുടക്കത്തിൽ ഞാൻ ചോദിച്ചില്ല. പിന്നെ അവളോട് സംസാരിച്ചു വന്നപ്പം അവൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നു. അങ്ങനെ അവൾ എന്നോട് കാര്യം തുറന്നു പറഞ്ഞു. അപ്പൊ തുറന്നു പറഞ്ഞപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവളുടെ അനിയനല്ല, ചേട്ടൻ, ബ്രദർ അവിടെ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയുന്ന കുട്ടിയാണ്, പക്ഷെ ഞാൻ ആ കുട്ടീനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ പയ്യൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂരിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഒരുപാട് മാറ്റങ്ങൾ അവളുടെ ഏട്ടനിൽ അവൾ കണ്ടു. അവളുടെ പാരന്റ്സ് അത് നോട്ട് ചെയ്തു. അപ്പൊ പാരന്റ്സ് നോട്ട് ചെയ്ത സമയത്ത് കുറേയൊക്കെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുത്തു, എന്നിട്ടും ശരിയായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ റീസൺ എന്താന്ന് വെച്ചാൽ, അത് എന്നെ വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അവളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്നെ വല്ലാതെ അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാല്, അവളുടെ ബ്രദർ അവളെ ഒരു സിസ്റ്റർ എന്ന രീതിയിൽ അല്ല പിന്നെയുള്ള ബിഹേവിങ്. അതായത് പറയാലോ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി എന്ന് പറയാലോ. വല്ലാത്തൊരു അവസ്ഥയാണ് ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ ആ കുട്ടി എടുത്ത സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തപ്പം പിന്നെ ശരിയായി എന്നൊക്കെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും ഈ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനും അവർ പിന്നെ ചെന്നെത്തിപ്പെടുന്ന സിറ്റുവേഷനും രണ്ടും ഡിഫറെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ പാരന്റ്സിന്റെ ആ ഒരു കംഫർട്ട് സോണിൽ വളർന്നു വരുമ്പോൾ അവർക്ക് കുറച്ചൊരു ഫ്രീഡം എന്ന് പറയുന്നത് കമ്മിയായിരിക്കും. പിന്നെ അവര് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ് കിട്ടുന്നത്. പിന്നെ ഇന്നത്തെ ജനറേഷന്റെ പ്രത്യേകത വെച്ചാൽ ഇവർക്ക് ഭയങ്കര അസാമാന്യ ധൈര്യമാണ് കാണുന്നത്. എൻ്റെ ഒരു 90s കുട്ടികൾക്ക് അറിയാം, നമുക്ക് അത്ര വലിയ ധൈര്യമൊന്നും നമുക്ക് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നതിനോ നമ്മുടെ പാരന്റ്സിനോട് ബിഹേവ് ചെയ്യുന്നതിനോ നമുക്ക് ഒരു രീതിയിലുള്ള ധൈര്യം നമുക്ക് എവിടുന്നും ഒരു പൊടിക്ക് കുറവായിരുന്നു ഇപ്പോഴത്തേക്കാട്ടും, അല്ലെ? പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനത്തെ ഒരു ഭയങ്കര അസാമാന്യ ധൈര്യമാണ് അവർക്ക് ചെയ്യാൻ. ഒരു കാര്യങ്ങൾ ഒരാൾ കൊല്ലാൻ പോലും എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത്? ധൈര്യം എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് രീതിയിലുള്ള ഒരു ധൈര്യമാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളത് കണ്ടു നോക്കൂ. അടിക്കുന്ന ആൾക്കാർ, MDMA അടിക്കുന്ന ആൾക്കാരും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. ഭാവിയിൽ അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള നല്ല ബോധം ഉണ്ടാവും. എന്നിട്ട് അവർ റിസ്ക് എടുത്ത് അതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതവർ ചെയ്തോട്ടെ. ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാ വന്നത്. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത്? ഇതൊക്കെ തെറ്റാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തോട്ടെ. അവർക്ക് തെറ്റാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലൊരാളെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ബലാത്സംഗം ചെയ്യാരെങ്കിലും. അപ്പൊ തെറ്റാന്ന് അറിയാം, എന്നാ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ കണ്ണടയ്ക്കോ? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പൊ ഇങ്ങനൊരു മോട്ടിവേഷൻ ആണോ താൻ തന്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്നത്?
അപ്പൊ ഈ ഒരു ധൈര്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആയിക്കോട്ടെ, ഇപ്പൊ തെറ്റാണെങ്കിൽ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ കണ്ടില്ലേ, സഫ്വാൻ, അതാ പയ്യൻ ഇത്രയും കൊന്നത് അവർക്കറിയാം തെറ്റാണെന്ന്. അറിഞ്ഞുകൊണ്ട് എന്താണ്, അനിയനെയും കൊന്നു, അച്ഛനെ അമ്മേനെയും കൊല്ലാൻ നോക്കുന്നു, അമ്മമ്മേനെയും കൊല്ലുന്നു, എല്ലാവരെയും കൊല്ലുന്നു. എന്നിട്ട് ധൈര്യമായിട്ട്, അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു ധൈര്യമാണ് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ധൈര്യം കാണിക്കാം, എന്നാൽ മറ്റൊരു തരത്തിൽ ധൈര്യം കാണിക്കാം. ഇപ്പൊ നിങ്ങൾ പുറത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആ കംഫർട്ട് സോൺ, അതായത് അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ വിട്ടിട്ടാണ് നിങ്ങൾ പുറത്ത് ഭയങ്കര ഫ്രീഡം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ പോയി കഴിയുന്ന സമയത്ത് ഈ സുഹൃത്തുക്കള് ലഹരിക്ക് അടിമയായിട്ടുള്ള കുറെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ പതുക്കെ അത് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ അതിലേക്ക് ചെന്നെത്തുന്നതിന് പകരം നിങ്ങൾക്ക് പറയാം, എൻ്റെ അച്ഛനും അമ്മയും ഇതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഞാനത് ചെയ്യൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇത് തെറ്റാണെന്ന് നിങ്ങൾ എന്തെങ്കിലും ബോധ്യപ്പെടും എന്ന് ഉറച്ചവരോട് ഒരു 2, 3, 4 തവണ പറഞ്ഞു നോക്ക്, അവർക്കും മാറ്റം വരും. അങ്ങനെ പറയാനുള്ള ധൈര്യമാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടോ, അവരോട് പറയണം, നിങ്ങൾ ചെയ്തോ, പക്ഷെ എൻ്റെ അച്ഛനും അമ്മ അത് പഠിപ്പിച്ചിട്ടില്ല, ഈ ഒരു സമൂഹം എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യില്ല എന്നുള്ള ഒരു വാക്കാണ് ഓരോ കുട്ടികൾക്കും വേണ്ടത്.